ജനങ്ങളുടെ ജീവൻ ആര് മറുപടി പറയും? ഇനി ഒരു ആപത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അർഷിമിതി വ്ലോഗ്സ്. ഇറ്റ്സ് മീ അർഷി. മഴക്കാലം വരുമ്പോൾ നമ്മുടെ നാടുകളിൽ എന്താ വെള്ളപ്പൊക്കവും വെള്ളവുമാണ്. പണ്ട് കാലത്താണെങ്കിൽ മഴ വന്നാൽ മഴയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. മഴയും തണുപ്പ് കാലമൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം മഴ വന്നാൽ ഭയങ്കര പേടിയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും ദുരന്തങ്ങളുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഫ്ലഡ് വന്നതിന് അതിനുശേഷം എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വയനാട്ടിലെ സംഭവത്തിന് ശേഷം എല്ലാവരും നാടാകെ ഒട്ടയിളകിയിരിക്കുകയാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിട്ടുള്ള ഭയത്താൽ. മുല്ലപ്പെരിയാർ കെട്ടിയിട്ട് 130 വർഷമായി. ഇത് മുല്ലപ്പെരിയാർ എന്നൊരു ജലബോംബാണ്. അപ്പോൾ ഇത് നമ്മുടെ സർക്കാർ അറിയുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കുഴപ്പവുമില്ല, അടിസ്ഥാനപരമായിട്ട് ഒരു കുഴപ്പവുമില്ല, പഴയ നിയമം തന്നെ തുടർന്നാൽ മതിയെന്ന്. ജനങ്ങളുടെ ജീവൻ ആര് മറുപടി പറയും? ഇനി ഒരു ആപത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ആപത്ത് വരണേന്ന് നമുക്ക് എത്രത്തോളം സൂചനകൾ കിട്ടത്തുണ്ടോ അതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ വരാതിരിക്കാനാണ് ശ്രമിക്കാനുള്ളത്. അല്ലാതെ വന്നതിന് ശേഷം നമ്മൾ കിടന്നിട്ട് ഓടിയിട്ടോ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയില്ല എന്ന് ചിന്തിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യണം, എന്നാലും നമുക്ക് ഭാവിയിൽ ഇത് ഉപകരിക്കും. ബോംബാണ്, ഒരു ജല ബോംബാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നേരെ കുത്തനെപ്പോൾ ഇടുക്കി ഡാമിലോട്ട് പോകും. അവിടെ നിന്നുള്ള 11 ഡാമിനെ തകർത്തിട്ട് സമീപത്തുള്ള ജില്ലകളിലുള്ള മനുഷ്യരും മൃഗങ്ങളും വസ്തുവകകളും വീടും കെട്ടിടങ്ങളും എല്ലാം ഒഴുകിപ്പോയി. ഇപ്പോൾ നമുക്കൊരു സൂചന കാണിച്ചു തന്നെയാണ് പ്രകൃതി വയനാടിൻ്റെ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇനി മനസ്സിലേറ്റാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. ഒരു മലപ്രദേശമാണ്. അതുപോലെയാണ് ഇടുക്കിയിലാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ അവിടുത്തെ അവസ്ഥയും സെയിമാണ്. കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കുക. അതാണ് വേണ്ടത്. അല്ല നമ്മുടെ ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടൂല എന്ന് കരുതിയിരിക്കുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്ത് സുരക്ഷയാണുള്ളത്? എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാര മാർഗം കണ്ടെത്തണം. മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ തന്നെ വലിയ ദയനീയമാണ്. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ 70,000 ആൾക്കാരാണ് മരണപ്പെടുന്നത്. അപ്പോൾ അവരുടെ മരണങ്ങളിലൂടെ നമുക്കെന്താ പകർച്ചവ്യാധികൾ, അതുവഴി നമ്മൾ നാട് വീണ്ടും നശിച്ച് വലിയ രോഗബാധിതയാകും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ഡാം നിർമ്മിക്കുക, പുതിയ നടപടി എടുക്കുക. ഈ ഒരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം നിർമ്മിക്കണം. ഒരു ഡാമിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 50 വർഷമാണ്. അപ്പോൾ 50 വർഷത്തിൽ കവിഞ്ഞിട്ടുണ്ട്. ഇനിയും 50 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞു, 130 വർഷമാണ്, 129 വർഷമായി ഇപ്പോൾ. അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ള ഡാം ഇപ്പോഴും നിലനിൽക്കുന്നത് അത്ഭുതമാണ്. നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ നാട് മൊത്തം ഇളകി എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുള്ളൂ. എല്ലാവരും കൂടെ ചേർന്ന് സമരം നടത്തിയാൽ ഈ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.